ഹലോ ഗായ്സ്, ഇന്നലെ വെള്ളായണിയിൽ നിന്ന് ഞാൻ നേരെ പോയത് കുഞ്ചിറവിള ദേവീക്ഷേത്രത്തിലേക്കാണ്. അതിന് മുമ്പായിട്ട് പോകുന്ന വഴിക്ക് തന്നെ ആറ്റുകാൽ ഇറങ്ങി ഒന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. ഉത്സവം എടുത്തു, അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കുമായിരുന്നു. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കുഞ്ചിറവിളയിലോട്ട്. ഞാൻ നടന്നാണ് പോയത്. നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള കുഞ്ചിറവിള ശ്രീ ഭഗവതി ക്ഷേത്രം. ആറ്റുകാലമ്മയുടെ ജ്യേഷ്ഠ സഹോദരിയാണ് കുഞ്ചിറവിള അമ്മയെന്നാണ് വിശ്വാസം. ഭദ്രാദേവിയും ദുർഗാദേവിയും വടക്ക് ദർശനമായിട്ടുള്ള അപൂർവ ക്ഷേത്രമാണ് കുഞ്ചിറവിള ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. ഞാൻ ചെന്നത് 3-ാം ഉത്സവ ദിവസമാണ്. അന്നാണ് ദേവിയുടെ തൃക്കല്യാണം പാടുന്ന മാലപ്പുറം പാട്ട് തോച്ചമ്പാട്ടിൽ പാടുന്നത്. അന്ന് തന്നെയായിരുന്നു കുത്തിയോട്ട പ്രതാരംഭം. അപ്പോൾ ഞാൻ അകത്ത് തൊഴാൻ നിൽക്കുമ്പം തന്നെ കുത്തിയോട്ട പ്രതാരംഭത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭക്തജന തിരക്കായിരുന്നു കേട്ടോ. കാരണം ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ആറ്റുകാൽ പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കുഞ്ചിറവിള ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് അന്നദാന സദ്യ കഴിക്കാനുള്ള തിരക്കാണ്. ഞാൻ അന്നദാനമെല്ലാം കഴിച്ചിട്ടാണ് പോയത്. നല്ല ഗംഭീരം അന്നദാന സദ്യ തന്നെയായിരുന്നു. ഒരു പായസമൊക്കെ ഉണ്ടായിരുന്നു, നടപ്പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള കുഞ്ചിറവിള പൊങ്കാല നടക്കുന്നത് ഫെബ്രുവരി 21-ാം തീയതിയാണ്. അന്ന് തന്നെയാണ് ഉരുളും താലപ്പൊലിയും പിന്നെ ദേവിയുടെ പുറത്തെഴുന്നള്ളത്തും ഒക്കെ നടക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.